ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നല്ല ഡോസ് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട്. നേരം വെളുക്കുന്നത് വരെ ഒന്നും കൊണ്ട് പേടിക്കണ്ട. വേഗം എടുത്തോ. കൊണ്ടുപോയിക്കോ. രാത്രി ആയതുകൊണ്ട് ഹൈവേ പെട്രോൾ കാണും. അധികം സ്പീഡ് വേണ്ട. ശരി. സ്പീഡ് ചെക്കിംഗ് ക്യാമറയുണ്ട് പലയിടത്തും. ഓവർ സ്പീഡായാൽ ക്യാമറ അത് പിടിച്ചെടുക്കും. കാറിന്റെ ഫോട്ടോയും നമ്പറും സഹിതം. അതൊക്കെ പിന്നീട് പ്രശ്നമാവും. പോലീസ് കൈ കാണിച്ചാൽ അപ്പോഴേ വണ്ടി നിർത്തണം. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒട്ടും പരിഭ്രമിക്കരുത്. നമ്മൾ ഫാമിലിയാ. കുമാറിന്റെ കസിൻ, മറ്റേയാൾ ഡ്രൈവർ. ഇതെന്റെ മകൾ. പോലീസിനെ കണ്ടാലുടനെ ഞാൻ ഇവളെ എന്റെ മടിയിലേക്ക് കിടത്തും. എവിടെ പോയി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരികയാണെന്ന് പറയണം. ശരി ശരി. മകൾ ഊമയ. ഇവളെയും കൊണ്ട് ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാൻ പോയിട്ട് മടങ്ങുകയാ. മനസ്സിലായോ? എന്തു ചോദിച്ചാലും പതറാതെ മറുപടി പറയണം. കേരള ബോർഡർ കടന്നു കിട്ടിയാൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. കൊണ്ടുപോയി പൂലൻ ദേവിക്കും പൊട്ടിപ്പെണ്ണിനും കൊടുക്ക. കൃത്യസമയത്തിന് ചായയും ഭക്ഷണവും കിട്ടിയില്ലെങ്കിലേ പൂലൻ ദേവി ചമ്പൽക്കാട്ടുന്ന് കൊള്ളക്കാരെയും വിളിച്ചോണ്ട് വരില്ലേ? നമ്മൾ പേടിക്കാതെ പറ്റോ? ഊമപ്പെണ്ണിന് കൊടുത്തില്ലെങ്കിലേ നരേന്ദ്രന്റെ മുഖം കറുത്ത് കരിമൂക്കന്റെ മാതിരിയാവും. ചമ്പൽ കൊള്ളക്കാരെ ചിലപ്പോ എന്തെങ്കിലും ഒരു ദയ കാണിച്ചെന്നിരിക്കും. കരിമൂർക്കനീന്ന് അതും പ്രതീക്ഷിക്കണ്ട. ബുദ്ധിയും വിവരവും ഇല്ലാത്ത ജന്തുവല്ലേ. വിഷം മാത്രം ഇട്ട് കൈമുതലായിട്ട്. ഇതിനെയൊക്കെ എത്ര കാലം സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാ
ഹോ എന്റെ വിഷമം. സഹിക്കാതെ പറ്റുമോ അമ്മേ? ഇഷ്ടമൊപ്പിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നടക്കുവോ? ചിലപ്പോ തോന്നും ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തെണ്ടുന്നതാണെന്ന്. നേരെ പറയാലോ അമ്മേ, ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ചോണയില്ലാഞ്ഞിട്ടാ. അങ്കിളുടെ കാര്യം പോട്ടെ, ഈ സ്വത്തെല്ലാം അങ്ങേരുടെയാണെന്ന് കരുതാം. പക്ഷെ പൂലൻദേവിയോ സ്വന്തം പോലെ അവൾ ഈ വീട്ടിലിങ്ങനെ മേഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാ? ചോദിക്കാനും പറയാനും ഈ വീട്ടിലെ ആണുങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ട്. നരേന്ദ്രന് പോലും അവളെ പേടിയാ. പിന്നെ ജയനും ദേവനും എന്ത് ചെയ്യാനാ? നമ്മുടെ മുന്നിൽ വലിയ കടുവയാണെങ്കിലും പേടിക്കേണ്ടവരെ അങ്കിള് പേടിച്ചോളും. അതിപ്പോ മനസ്സിലായില്ലേ? മധുരമൊക്കെ കണക്കാണോ? അമ്മ നോക്കിയോ? പാകം തെറ്റിയ പിന്നെ അത് മതി മുഖം കറുക്കാൻ. ഹോസ്പിറ്റൽ ക്യാൻറ്റീനായതുകൊണ്ട് നല്ല വൃത്തിയും ശുചിത്വം ഒക്കെ ഉണ്ട്. പേടിക്കാതെ നമുക്ക് ചായയോ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കാം. ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാ. അവിടുത്തെ ഒരു ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞുവിടാം. വേണ്ടെന്നേ, ഇപ്പോ എനിക്ക് എന്താ ഇവിടെ ഒരു സഹായിയുടെ ആവശ്യം? വെറുതെ കിടന്നാ മാത്രം മതിയല്ലോ. ഹോസ്പിറ്റലല്ലേ, ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാണ്ടിരുന്നാല് ഇവിടത്തെ സ്റ്റാഫ് വിചാരിക്കില്ലേ നീ ആരുമില്ലാത്തവനാണെന്ന്? എനിക്ക് ഈ ഒരാളുണ്ടല്ലോ, അത് ധാരാളം മതി. ചേച്ചിയാ, സുഖവരം അന്വേഷിക്കാനാവും. അത്രയും സന്മനസ് തോന്നിയല്ലോ. എന്താ ചേച്ചി? നരേന്ദ്ര, ശീതളിനെ ഇവിടെ കാണാനില്ല. ശീതളിനെ? ആ, വീട്ടിൽ ഒരിടത്തും ഇല്ല. ഞങ്ങൾ എല്ലായിടത്തും നോക്കി. രാവിലെ വിജിത ചായയും കൊണ്ട് ചെന്നപ്പോ മുറിയിൽ ആളില്ല. അവളുടെ ബാഗും സാധനങ്ങളും ഒന്നും കാണാനില്ല. കൽപ്പനയുണ്ടോ അവിടെ? ഇല്ല നരേന്ദ്ര, കൽപ്പനയും കാണാനില്ല. ചേച്ചി ഫോൺ വെച്ചോ, ഞാനിതാ എത്തി. ശരി. എന്താ പറ്റിയേ? ചതിച്ചു. നമ്മുടെ മോളെ ആ പിശാച് തട്ടിക്കൊണ്ടുപോയി. ഞാനും നീയുമില്ലാത്ത തക്കം നോക്കി. മോളെ നമ്മൾ വീട്ടിലേക്ക് വിടരുതായിരുന്നു. ഈശ്വര, അയ്യാതിരിക്കുന്ന നമ്മുടെ മോള് വേഗം എന്തെങ്കിലും ചെയ്യ. അവൾ എവിടെ പോയിന്നാ നിങ്ങൾ പറയുന്നേ? വീട്ടിൽ ഒരിടത്തുമില്ല നരേന്ദ്ര. ഞങ്ങൾ എല്ലായിടത്തും നോക്കി. വയ്യാതിരിക്കുമ്പോ അവൾ തനിയെ എങ്ങോട്ട് പോകാനാ? അത് തന്നെ എന്റെയും ചോദ്യം. സുഖമില്ലാതിരിക്കുന്ന എന്റെ മോളെ നോക്കാനായിട്ട് ഈ വീട്ടിൽ ആരുമില്ലായിരുന്നോ? അവളുടെ ബാഗോ സാധനങ്ങളോ ഒന്നുമില്ല. മോള് രാത്രിയിൽ തനിയെ ബാഗും സാധനം കൊടുത്ത് സ്ഥലം വിടുന്നാണ് നിങ്ങൾ പറയുന്നേ. നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നോ? ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഒരു ശബ്ദം പോലും കേട്ടില്ലേ? ഒന്നും കേട്ടില്ല നരേന്ദ്ര. രാത്രിയിൽ ആരാ അവൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തേ? ഞാനാ. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ കിടക്കാൻ നേരത്ത് ഞാൻ പാല് കൊണ്ടുവന്നു. പക്ഷെ കൽപ്പന കൊടുത്തോളാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. പിന്നെ ഞാൻ രാവിലെയാ വന്ന് നോക്കിയത്. എല്ലാം വാരിക്കെട്ടിയ കൽപ്പനയും പോയിരിക്കുന്നത്. പാക്ക് ചെയ്യാനും പുറത്തുകൊണ്ടേ വിടാനൊക്കെ നിങ്ങൾ സഹായിച്ചല്ലേ? അമ്മൂനെ ഒഴിവാക്കാൻ നോക്കിയതുപോലെ എന്റെ മോളെ ഒഴിവാക്കാനായിരുന്നല്ലേ നിങ്ങളുടെ താല്പര്യം? എന്റെ നരേന്ദ്ര, നീ ഇങ്ങനൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം അല്ലേ? ഇതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു മനസ്സറിവും ഇല്ലെങ്കിലേ. നേരത്തെ അറിഞ്ഞെങ്കിൽ കുറെ കൂടി സഹായങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ദയയുടെ ഒരു കണിക പോലും നിങ്ങൾ എല്ലാം പ്രതീക്ഷിക്കണ്ട.
കുമാർ, അവളെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവാ. അവിടേക്ക് എടുത്ത്. ഇവളൊന്നും അറിഞ്ഞിട്ടില്ല. തമ്പി ഇപ്പൊ വിവരം അറിഞ്ഞ് അവിടെ ഭ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ടാവും. കഷ്ടം. പോലീസിലൊക്കെ രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ടാവും. ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് തിരിച്ചറിഞ്ഞാൽ പോലീസ് കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അവരെവിടം വരെ പോകും? മുംബൈ മോരുവലി. അവർക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. നമ്മളൊരു ഇടത്താവളത്തിലാണെന്ന് പോലീസോ തമ്പിയോ സങ്കൽപ്പിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തങ്ങുന്നതാ ബുദ്ധി. അന്വേഷണമൊക്കെ ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ഇനിയുള്ള യാത്ര. ശരി. ഇവിടെയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. പത്രങ്ങളിലും TV ചാനലുകളിലും എന്റെ പടം വരും, ഇവളുടെയും ഫോട്ടോ വരും. അതുകൊണ്ട് നമ്മൾ വളരെ കരുതിയിരുന്നേ പറ്റൂ. കുറച്ചു ദിവസം ഞാനും ഇവളും ഇതിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വരും. അടുത്തെങ്ങും വീടുകളില്ലാത്തത് നന്നായി. ഒരാൾ പുറത്ത് എപ്പോഴും കാവൽ വേണം. എന്തെങ്കിലും അപകട സൂചന കണ്ടാൽ ശീതളിനെയും കൊണ്ട് പിൻവാതിൽ വഴി തോട്ടത്തിലേക്ക് ഒളിച്ചു കടക്കാൻ പറ്റും. ചിലപ്പോ ഗ്രാമവാസികളോ കാലി മേയ്ക്കുന്നവരോ ഒക്കെ ചുറ്റിത്തിരിഞ്ഞു വന്നിരിക്കും. ആരു വന്നാലും ഈ മുറ്റത്തിനിപ്പുറം കടത്തണ്ട. 2 പെണ്ണുങ്ങൾ ഈ വീട്ടിലുള്ള കാര്യം ആരും അറിയരുത്. നീ പുറത്തുപോയി ഭക്ഷണം വാങ്ങണം. എപ്പോഴും ഒരേ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങരുത്. ഓരോ തവണയും ഹോട്ടൽ മാറിക്കൊണ്ടിരിക്കണം. 2 തവണ അടുപ്പിച്ച് ഒരേ സ്ഥലത്ത് ചെന്നാൽ ആരെങ്കിലും പരിചയപ്പെടാൻ ശ്രമിക്കും. മനസ്സിലായോ? ഉവ്വ്. നീ വീടിനകത്തെ കാവൽ. മുംബൈയിൽ നിന്നും നമ്മുടെ ആളുകൾ എത്തുന്നതുവരെ മാത്രം. അത് കഴിഞ്ഞാൽ എല്ലാം അവര് നോക്കിക്കോളും. ഓക്കെ. ഇന്ന് പത്രങ്ങളിലൊന്നും വാർത്ത വരില്ല, പക്ഷേ TV-യിൽ വരും. നാളത്തെ മലയാളം പത്രങ്ങൾ രാവിലെ തന്നെ ടൗണിൽ പോയി വാങ്ങണം. ഉവ്വ്. നമസ്കാരം. ഞാനാ വിളിച്ചിട്ട്. ഇതാ ഉള്ള മുറി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടി തനിച്ചാണോ കിടന്നിരുന്നത്? അതെ. ആക്സിഡന്റിൽ നിസ്സാര പരക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭേദാകുകയും ചെയ്തു. അല്ലേലും തനിച്ചു കിടക്കുന്നതായിരുന്നു അവൾക്ക് ഇഷ്ടം. ഈ കൽപ്പനയായിട്ട് കുട്ടി എങ്ങനെയായിരുന്നു?
സ്നേഹത്തിലായിരുന്നോ അതോ ശത്രുതയിലായിരുന്നോ? കൽപ്പന സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു, പക്ഷേ മോൾ അതിന് വലിയ വില നൽകിയിരുന്നില്ല. പിന്നെ ആരോടും ശത്രുത വെച്ച് പുലർത്തുന്ന ടൈപ്പായിരുന്നില്ല എൻ്റെ കുട്ടി. ഈ കൽപ്പനയുടെ കണക്ഷൻസ് എന്തൊക്കെയായിരുന്നു? അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ബന്ധുബലം, രാഷ്ട്രീയ സ്വാധീനം, എന്തു ബലത്തിലാണ് അവരുടെ ഈ കളികളൊക്കെ? അവളുടെ കണക്ഷൻ പ്രധാനമായിട്ടും മുംബൈ അണ്ടർവേൾഡുമായിട്ടാണ്. ഓ, ഐ സി. മുംബൈയിൽ നിന്ന് അവളുടെ സഹായികൾ എത്തിയിട്ടുണ്ടാവും, അല്ലാതെ തനിച്ച് ചെയ്യാൻ സാധ്യതയില്ല. ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ വീട്ടിൽ അവർക്ക് സഹായികളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ മീൻ, നിങ്ങളുടെ ബന്ധുക്കൾ? ബന്ധുക്കൾ എനിക്ക് വേണ്ടത്ര വിശ്വാസമില്ല, പക്ഷേ ഇക്കാര്യത്തിൽ അവർക്ക് പങ്കുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും എനിക്ക് എല്ലാവരും ചോദ്യം ചെയ്യേണ്ടി വരും. അതിന് വിരോധമൊന്നുമില്ല, എല്ലാവരും താഴെയുണ്ട്. വരൂ.